ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് സിമ്പിൾ കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. വർക്കിംഗ് വുമൻസിനാണെങ്കിലും പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അധികം താമസിപ്പിക്കേണ്ട, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഇന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ ഈ മല്ലിയിലയും പുതിനയിലയും. നമ്മളിത് ഫ്രിഡ്ജിനകത്തിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഴുകിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ അത് കിട്ടുമ്പം തന്നെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അതിനകത്തിൽ നല്ല ഇലയൊക്കെ പറിച്ചെടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ചട്നിയാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം മല്ലിയിലയും പുതിനയിലയും ഒരു മിക്സിയിൽ ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഒരു ചട്നി രൂപത്തിലാക്കി നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്കിത് ഫ്രിഡ്ജിനകത്തിലോട്ട് ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ചുകൂടി ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കിത് ഒരു ഐസ് ട്രേക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ക്യൂബായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എനിക്കിതിപ്പോൾ ഒരു ഒരാഴ്ചത്തേക്കുള്ള ആവശ്യത്തിനൊക്കെയുള്ള ചട്നിയായി കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും നമ്മളിപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് അരിഞ്ഞ് ചേർക്കുന്നതിന് പകരം നമ്മളിതുപോലെ ഒരു ടീസ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും. ആ കറി ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് മല്ലിയിലയൊന്നും അരിയാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചിക്കൻ കറിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കുവാണെങ്കിലും വേറെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇത് 1-2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾ കറിയിലൊക്കെ നമ്മുടെ ഈ മല്ലിയില പുതിനയില ചട്നി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കിതിന് പകരം നമുക്കിത് ക്യൂബായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി പെട്ടെന്നൊരു നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വിക്കായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രീൻ ചട്നി നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരുന്നതാണ്. ഇപ്പോൾ ഗ്രീൻ ചട്നി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മല്ലിയില കഴുകാൻ പോകണം, പുതിനയില കഴുകണം, അതെല്ലാം കൂടെ അരച്ചെടുക്കുന്നതൊക്കെ ഒരു പണി തന്നെയാണ്. അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സാൻഡ്വിച്ച് മാത്രമല്ല, നമുക്കൊരു ചപ്പാത്തി റോള്, എഗ് റോള് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ചട്നി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ കേരള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ കടുക് വറുക്കാൻ നേരം കറിവേപ്പില കഴുകാനൊന്നും പോകണ്ട. ഇതുപോലെ നന്നായിട്ട് കഴുകി ഉണക്കി ഒരു കുപ്പിക്കകത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കുമ്പം പെട്ടെന്ന് എടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഏത് കറി വെക്കുവാണെങ്കിലും വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ എന്തിനകത്ത് നമ്മൾ എപ്പോഴും ചേർക്കുന്നതാണ് തക്കാളി. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്നൊരു മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ അന്നേരം തക്കാളി എടുത്ത് കഴുകാനും അതിൻ്റെ തൊലി കളയാനും അതൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ വീക്കെൻഡിലൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തക്കാളി എടുത്തിട്ട് നമുക്കിങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഈ പേസ്റ്റ് നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഐസ് ട്രേസിന് അതിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇത് ഞാനൊരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഞാനിതൊരു കുപ്പിക്കകത്തിലോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് കവറിനതിലൊക്കെ ഇട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്കാണിത്, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ വീട്ടിൽ ഏത് കറി ഉണ്ടാക്കിയാലും നമ്മൾ അതിനകത്ത് ഒരു തക്കാളി ചേർക്കാതിരിക്കില്ല. അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം, വളരെ യൂസ്ഫുള്ളാണ്. ഭയങ്കര സ്മാർട്ടായിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനൊരു മീൻ കറി പച്ച അരച്ച് വെക്കുവാണ്. അപ്പോൾ ഞാൻ എന്നത് തക്കാളിക്ക് പകരം ഞാനിതുപോലെ ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ തക്കാളിയുടെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്നതാണ്. പിന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ് വെളുത്തുള്ളി ഇഞ്ചിയും. വെളുത്തുള്ളി ഇഞ്ചി ഇല്ലാതെ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരു കാര്യം ഉണ്ടാക്കുന്ന ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വെക്കാൻ നേരം എനിക്ക് ഇഞ്ചി ഇങ്ങനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചെറിയ തരികളായിട്ട് കുറച്ച് ക്രഷ് ചെയ്ത് മതി, അങ്ങനെ പേസ്റ്റായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ പകുതി വെളുത്തുള്ളിയും പകുതി ഇഞ്ചിയും ഇതുപോലെ
കുറച്ച് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ പേസ്റ്റാക്കിയും വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ പകുതി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരാഴ്ചയൊന്ന് കേടുകൂടാതെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് എടുക്കുന്നില്ല. കുറച്ച് ഇതുപോലെ തരിതരികളായിട്ട് കിടക്കുന്നതാണ് വേണ്ടുന്നത്. എനിക്ക് മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഞാൻ ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് ഇട്ട് വെക്കുവാണ്. എനിക്കിത് ഒരാഴ്ചത്തേക്ക് കറക്റ്റായിട്ട് ഒരാഴ്ച പോവും. അതുപോലെയാണ് ഞാൻ ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് മീൻ കറിക്കും ചിക്കൻ കറിക്കും ഞാനിങ്ങനെ ഗ്രൈൻഡ് ചെയ്തതാണ് ചേർക്കാറുള്ളത്. അതുപോലെ അപ്പോൾ ഇഞ്ചിയും ഞാൻ വേറൊരു ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് വെക്കുവാണ്. ഇതും ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കാര്യം സെറ്റായി. ഇനി കുറച്ച് മീനൊക്കെ വറക്കാൻ നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും എനിക്ക് കുറച്ച് പേസ്റ്റായിട്ട് വേണം. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് രണ്ടും മാറ്റി വെക്കുവാണ്. ബാക്കി വെളുത്തുള്ളി ഞാൻ പകുതി വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. ബാക്കി വെളുത്തുള്ളി ഇഞ്ചി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ വേണമെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഐസ് ട്രേസിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിന് ഞാൻ മീനൊക്കെ വറുക്കുമ്പം അപ്പം നമുക്ക് പെട്ടെന്ന് പേസ്റ്റ് എടുക്കാനൊന്നും നേരം കാണത്തില്ല. അപ്പം മീൻ വറുക്കുമ്പോൾ നമ്മൾ ഇതിലൊരു ക്യൂബും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, ഞാൻ ചിലപ്പം കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പം ഈ ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഒരു 4-5 മണിക്കൂർ നമ്മുടെ ഫ്രീസറിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ തന്നെ നമുക്കിത് ഫ്രീസായി കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്കിതൊരു കുപ്പിക്കകത്തിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിനകത്തിലൊക്കെ ഇട്ട് നമുക്കിത് ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. പക്ഷേ മാക്സിമം ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എപ്പോഴും ഒരു ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പം ഞാനൊരു സിപ്ലോ കവറിലോട്ടാണ് വെക്കുന്നത്. എൻ്റെ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഞാൻ കുപ്പിക്കകത്ത് ഇടുന്നില്ല. ഇതുപോലെ സിപ്ലോ കവറിൽ ആക്കി വെക്കുന്നതുകൊണ്ട് എനിക്ക് സ്പേസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 ക്യൂബ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും അന്നേരം ഒഴിക്കേണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെത്താനെ അലിഞ്ഞ് വരുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയുന്നതാണ്. നമ്മളന്നേരം തക്കാളി ചിരണ്ടാനോ നമ്മുടെ ഇഞ്ചി ചിരണ്ടാനോ ഒന്നും പോകണ്ട. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. ബാക്കി മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ആവശ്യം ഉള്ളതാണ്, എപ്പോഴും ഉണ്ടാക്കാറുള്ള 2 കറികളാണ് സാമ്പാറും അവിയലും. അപ്പം പിഴിപുളിയാണ് അതിനകത്തുള്ള ഏറ്റവും ആവശ്യം. നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞൊഴിക്കുന്നതൊക്കെ കുറച്ച് സമയം മെനക്കെടുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഇതുപോലെ പുളി കുറച്ച് വെള്ളത്തിലിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരാഴ്ചത്തേക്കുള്ളതാണ് എടുക്കുന്നത്. ആ പുളി കുറച്ച് വെള്ളത്തിലിങ്ങനെ തിരുമ്മിയിട്ട് അത് ഞാൻ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ പ്യൂരി എടുത്ത് സൂക്ഷിക്കാറുണ്ട്. ഒന്ന് ഞാനത് പ്യൂരി ആക്കിയിട്ട് അതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് ഐസ് ട്രേസിനതിൽ ഒഴിച്ചിട്ട് ക്യൂബായിട്ടാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പം ഞാൻ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. പുളിവെള്ളം നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയ്ക്കകത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഈ വെള്ളം ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ഐസ് ക്യൂബ് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ സാമ്പാറോ അവിയലോ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് പുളി അതിനകത്തിൽ 1-2 ക്യൂബ് ഇട്ട് കൊടുത്താൽ മതിയാകുമേ. ഈ പണികളൊന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം കൊണ്ട് നമ്മളിതെല്ലാം കൂടെ ചെയ്യാൻ പോയാൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാതെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാണെങ്കിൽ സാറ്റർഡേ കുറച്ച് പണി ചെയ്ത് വെക്കുക, പിന്നെ സൺഡേ ബാക്കിയുള്ളത് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാനിതുപോലെ പുളിയെല്ലാം നന്നായിട്ട് ഒഴിച്ച് ട്രേക്കകത്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ ക്യൂബാക്കി എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സിപ്ലോ കവറിനകത്തിലാക്കി ഞാൻ ഫ്രീസറിൽ ഇത് ഒരാഴ്ചത്തേക്ക് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.